നിങ്ങൾക്ക് ലഭിച്ച ചെക്ക് എൻക്യാഷ് ചെയ്യുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. അത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ മതിയായ പണമില്ല എന്ന പേരിൽ ചെക്ക് മടങ്ങുകയാണ്. അപ്പോൾ ആദ്യം സ്വീകരിക്കേണ്ട നടപടി എന്താണ്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ ചെക്ക് മടങ്ങി ലഭിച്ച് 30 ദിവസത്തിനകം ഒരു ഡിമാൻഡ് നോട്ടീസ് അയക്കുകയാണ്. അതിനായി നിങ്ങളൊരു അഡ്വക്കേറ്റിനെ പോയി കാണുക. അദ്ദേഹം രജിസ്റ്റേർഡ് പോസ്റ്റിൽ ഒരു ലെറ്റർ ഡിമാൻഡ് നോട്ടീസ് 15 ദിവസത്തിനകം പണം നൽകണം എന്ന ഡിമാൻഡോടുകൂടി ഒരു നോട്ടീസ് അയക്കുന്നതാണ്. ഇത്തരത്തിൽ ലീഗൽ നോട്ടീസ് അയച്ച് അവർ കൈപ്പറ്റി 15 ദിവസത്തിന് ശേഷം, അതായത് കൃത്യം 16ാമത്തെ ദിവസം മുതൽ 1 മാസത്തിനകം നിങ്ങൾ കോടതിയിൽ ചെക്ക് കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ചെക്ക് കേസ് ഫയൽ ചെയ്യുന്നതിന് ചെക്കിൻ്റെ തുകയ്ക്ക് അനുസരിച്ച് കോർട്ട് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വളരെ വലിയ കോർട്ട് ഫീസ് ഒന്നുമില്ല. 5 ലക്ഷം രൂപ വരെ 750 രൂപ അങ്ങനെ ഓരോ താരിഫുകൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അത്രയും മാത്രം അടച്ചാൽ മതി. അങ്ങനെ ചെക്ക് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എതിർകക്ഷിക്ക് നോട്ടീസ് പോകുന്നതാണ്, പ്രതിക്ക് നോട്ടീസ് പോകുന്നതാണ്. പ്രതി പിന്നീട് കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കണം. അതിനുശേഷം കേസ് മുന്നോട്ട് നടന്ന നിങ്ങൾ തെളിവ് കൊടുത്ത് അവസാനം വാദവും വിസ്താരവും എല്ലാത്തിനു ശേഷം വിധി വരുന്നതാണ്. ചെക്ക് കേസിലെ ശിക്ഷ എന്ന് പറയുന്നത് എത്ര രൂപയ്ക്കാണോ ചെക്ക് കൊടുത്തത് ആ തുക തിരിച്ചടയ്ക്കുവാനും ആ തുകയുടെ 2 ഇരട്ടി വരെയുള്ള കോമ്പൻസേഷനും 2 വർഷം വരെയുള്ള തടവുമാണ് ചെക്ക് കേസിലെ ശിക്ഷ എന്ന് പറയുന്നത്.